നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൊവ്വള്ളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 13/10/2025 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 187 രൂപ 50 പൈസ, RSS 5 കിലോ 184, ISNL 20 166 രൂപ 50 പൈസ, ലാറ്റക്സ് 60% DRC 124 രൂപ 70 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 187 രൂപ 50 പൈസ, RSS 5 കിലോ 184 രൂപ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിന ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 177, ലോട്ട് കിലോ 166 മുതൽ 171 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 122 രൂപ 60 പൈസ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 91 രൂപ 88 പൈസയാണ്. പിന്നെ ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 164, 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളുന്ന 8200, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളുന്ന 9840, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളുന്നതിന് 10480. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 179 രൂപ 50 പൈസ, RSS 5 കിലോ 176, ISNL 20 160 രൂപ 50 പൈസ മുതൽ 162 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 101 മുതൽ 108. ഈ കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11,390, ഒരു ഭവൻ 91,120. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 12,426, ഒരു ഭവൻ 99,408. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,319, ഒരു ഭവൻ 74,552. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, പച്ചത്തേങ്ങ 60 മുതൽ 80. കൊപ്പറ എടുത്തപടി 219, കൊക്കോ 340, കച്ചോലം ഉണങ്ങിയത് 480, വെളിച്ചെണ്ണ ലിറ്ററിന് 490, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയറ് ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ഗ്രാമ്പു 780, നാടൻ 790, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 684, കുരുമുളക് പുതിയത് 674, കുരുമുളക് ഗാർബിൾഡ് കിലോ 704, കുരുമുളക് വയനാടൻ 680, ചേട്ടൻ 670, പൈനാപ്പിൾ പച്ച 38, പഴം 55. ഇന്ന് ആരും ടാപ്പിങ്ങിന് ഇറങ്ങാതെ വിഷമിച്ചിരിക്കുകയാണ്. കവറിട്ട മരം കവറിടാത്ത മരങ്ങളും ടാപ്പ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം കനത്ത മഴയായിരുന്നു രാത്രിയിൽ. കന്യാകുമാരിക്ക് സമയം ചക്രവാത ചുഴി തെക്കൻ കേരളത്തിൽ മഴ ശക്തമാവുമെന്നാണ് പറയുന്നത്. ഒക്ടോബർ 16 കേരള തീരത്ത് രൂപം കൊള്ളാൻ പോകുന്ന ന്യൂനമർദ്ദത്തിന് മുന്നോടിയായി കന്യാകുമാരിക്ക് സമീപം ചക്രവാത ചുഴി രൂപം കൊള്ളുന്നു. തിരുവനന്തപുരം ഉൾപ്പെടെ തെക്കൻ കേരളത്തിൽ ഇന്ന് കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. അതായത് കൊല്ലം ഉൾപ്പെടെ. പടിഞ്ഞാറൻ കാറ്റ് ദുർബലമായി കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിച്ചു വരുന്നു. തുലാവർഷം ലക്ഷണത്തോടെ ഇടിമിന്നൽ വഴിയായി വൈകിട്ട് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇടിമിന്നലും മറ്റും ഉണ്ടാവുന്നതിന് മുമ്പേ ഇലക്ട്രിക് വാഹനങ്ങൾ അൺപ്ലഗ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ കനത്ത മഴ പെയ്തതോടുകൂടി ഭൂമി തണുത്തതിനാൽ റബ്ബർ മരങ്ങൾക്ക് വളമിടാത്തവർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയോടുകൂടി വളമിടാവുന്നതാണ്. വർഷത്തിൽ 2 തവണയാണ് വളം കൊടുക്കേണ്ടത്, രാസവളങ്ങൾ. അതിനു പുറമെ ജൈവവളങ്ങളും കൊടുക്കുന്നവരുണ്ട്. എല്ലാം ഉണങ്ങിയത് മാത്രമേ കൊടുക്കാതെ, പച്ചച്ചാണകം ഒരിക്കലും ഇടാൻ പാടില്ല. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.